ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 15, 7 മുതൽ 9 വരെ. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കപടഭക്തിക്കാരെന്ന് കർത്താവ് പരീശ സദൂക്യ വിഭാഗത്തെ വിളിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുമായി കോട്ട് ചെയ്യുന്നു. അവർ അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നുവെങ്കിലും ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ട് അകന്നിരിക്കുന്നു. ഇതാണ് അടിസ്ഥാനപരമായ തകരാറ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണ വേളയിൽ പറഞ്ഞത് ഇതുമായി ചേർത്ത് നമുക്ക് ചിന്തിക്കാം. ബാഹ്യമായിട്ട് അവർ വളരെ അടുത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്നു, എന്നാൽ ആന്തരികമായി വളരെ ദൂരത്താണ്. അവരുടെ ഹൃദയം ദൈവം മുൻപാകെ ശരിയായി ഇരിക്കുന്നില്ല. ദൈവം നമ്മുടെ ബാഹ്യ ചേഷ്ടകളെ അല്ല നോക്കുന്നത്, പിന്നെയോ അന്തരംഗങ്ങളെ, നമ്മുടെ ഉള്ളിൻ്റെ നന്മയെ, വിശുദ്ധിയെ അളക്കുന്ന കർത്താവ്. ഇവരെക്കുറിച്ച് പറയുന്നവർ മാനുഷ്യ കൽപ്പനകൾ പഠിപ്പിക്കുന്നതിനാൽ അവരുടെ ആരാധന വൃഥാവായി തീരുന്നു. ആരാധനയ്ക്കുള്ള ഗ്രീക്ക് എബ്രായ വാക്കുകൾ പ്രോസ്കെനിയോ, ഷാഖ് അല്ലെങ്കിൽ ശാഖ. ദൈവത്തിന് ബാഹ്യമായി അർപ്പിക്കുന്ന ബഹുമാനത്തെയാണ് ഇത് കാണിക്കുന്നത്. അതായത് മത്തായി 2-ാം അധ്യായത്തിൻ്റെ 11-ലും പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലുമൊക്കെ ഈ ഒരു രീതിയെ കാണിക്കുന്നുണ്ട്. യഥാർത്ഥ ആരാധന എന്നത് ഹൃദയം ദൈവത്തെ ബഹുമാനിക്കുന്നതാണ്. ആരാധനയിൽ വ്യക്തി ദൈവത്തോട് മാത്രം ബന്ധം പുലർത്തുന്നു. സ്തുതിയിൽ നാം ദൈവപ്രകൃതിയിൽ എന്ത് കണ്ടെത്തിയിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. അതിൽ സ്തുതിയും സ്തോത്രവും നിറഞ്ഞിരിക്കുന്നു. 145-ാം സങ്കീർത്തനം അങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നന്ദി പറയുമ്പോൾ അവൻ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നുവെന്നും അവനിൽ നിന്നും എന്ത് പ്രാപിച്ചിരിക്കുന്നുവെന്നും വെളിപ്പെടുത്തുന്നു. ഒരു ദൈവ പൈതലിന് മാത്രമേ ഇത്തരത്തിൽ സത്യമായി ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ മകനായിരുന്നു എന്നാണ്. അത് ആവർത്തന പുസ്തകത്തിലും പുറപ്പാടിലും ഇരമ്യാവിലും ഒക്കെ ഉണ്ട്. ആരാധനയ്ക്ക് അല്ലെങ്കിൽ നമസ്കരിക്കുന്നതിന് സ്ഥലം ഒരു ബാധകമല്ല. എവിടെ വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ടാണ് ശമരിയ സ്ത്രീയോട് കർത്താവ് പറയുമ്പോൾ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ഇവിടെയുമല്ല, ഈ മലയിലുമല്ല, ആ മലയിലുമല്ല എന്ന് പറയുന്നതിന് കാരണം നമ്മൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമസ്കരിക്കണം. ദൈവം ആത്മാവാണ്. അതുകൊണ്ട് മനുഷ്യാത്മാവ് ദൈവത്തോട് സാധർമ്മ്യം പ്രാപിക്കുന്ന ആ ഒരു വലിയ അനുഭവമാണ് ആരാധന എന്ന് പറയുന്നത്. ദൈവത്തെ വലിയവനാണ് എന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുൻപാകെ വിളിച്ചു പറയുന്നതല്ല, പിന്നെയോ ദൈവാത്മാവോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന മറ്റാർക്കും വിവരിക്കാനാവാത്ത ഒരു അനുഭൂതിയാണ് ആരാധനയിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് ആന്തരികമാണ്. ബാഹ്യമായ ചേഷ്ടകളോ
പ്രകടനങ്ങളോ അല്ല ആരാധന. പിന്നെയോ അത് ആന്തരികമായി ദൈവത്തോടുള്ള ബന്ധം പുലർത്തുന്നതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വാതിലടച്ച് ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുടെ മുൻപാകെ വിളങ്ങേണ്ടതിന് തെരുക്കോണുകളിൽ നിന്ന് അലറി വിളിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ പ്രകടനത്തെ അല്ല നോക്കുന്നത്, നമ്മുടെ സമർപ്പണത്തെയും മനോഭാവത്തെയും ആന്തരികമായ വിശുദ്ധിയെയും നോക്കുന്നു. ആരാധനയിലൂടെ നമുക്കത് വെളിപ്പെടുത്താൻ, തുടരാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രകടനത്തെക്കാൾ ഉപരിയായി ആന്തരികമായി അങ്ങയോട് അടുത്ത് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങളുടെ കരങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശേഷിയെയും അവിടുന്ന് ഉപയോഗിക്കണമേ. കൃപയിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ കാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ കൃപയും ആലോചനയും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.